ഇന്ന് നമ്മൾ മുണ്ടച്ചക്ക വെച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. മുണ്ടച്ചക്ക എന്ന് പറയുന്നത് ചക്കയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. സാധാരണ ചക്കയുടെ അത്രയും വലിപ്പം ഉണ്ടാവില്ല, എങ്കിലും ടേസ്റ്റ് അതേ രുചി തന്നെയാണ്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്, അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സുലഭമായിട്ട് ചക്ക കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ചക്ക ചെറിയ പീസുകളായിട്ട് നുറുക്കിയിട്ട് നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, ചക്ക ഇടുക, എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ 2 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് ഇത് വേവിക്കാനായിട്ട് വെക്കുക. ഈ പ്രിപ്പറേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ, ജീരകം, പിന്നെ വെളുത്തുള്ളി ഒരു 3-4 അല്ലി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ ആവണ്ട, ഒരു മീഡിയം, ഇതുപോലൊരു മീഡിയം പരുവത്തിന് അരച്ചെടുത്താൽ മതി. ആ സമയം കൊണ്ട് നമ്മുടെ ചക്ക കറക്റ്റ് പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ച്, നമ്മൾ ചീനിയൊക്കെ കുത്തി ഉടയ്ക്കുന്ന പോലെ ഒരു സ്റ്റിക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കുറച്ച് ടേസ്റ്റിനായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ അരപ്പ് ചക്കയിലേക്ക് ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അല്പം ഒന്ന് സ്റ്റൗവിലേക്ക് വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ വേറൊരു കൊച്ചു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ഉള്ളിയിട്ട്, കടുക് 1 സ്പൂണ് കടുകിട്ട്, പിന്നെ ഒരു 2 വറ്റൽമുളക് കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരാം. എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ. നല്ല രുചിയാണ്. കഞ്ഞിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും കൂട്ടാൻ നല്ല രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.